ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള അഭിമുഖമാണ്. അത് കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പിണറായി വിജയന് വേണ്ടി PR വർക്ക് ചെയ്യുന്നു, പിണറായി വിജയനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ CPM പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തൊരു അഭിമുഖമാണ്. ഇത് രാഷ്ട്രീയമായി ഈ സർക്കാരിന് ഗുണം ചെയ്യുമോ? ഒരു SFIക്കാരൻ ഒരു പഴയ SFI നേതാവിന് ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? മോഹൻലാൽ MG കോളേജ് പഠിക്കുന്ന SFIക്കാരനാണ്. അപ്പം അങ്ങനെ പഴയ SFIക്കാരനാണ്. അങ്ങനെ പഴയ SFIക്കാരന് പഴയ അന്നക്കാലത്ത് SFIന്റെ നേതാവിന് ഇന്റർവ്യൂ ചെയ്യുന്നു, സ്വാഭാവികം. പക്ഷെ ഈ CPM നേതാക്കൾ തന്നെ സംഘിപ്പട്ടം ചാർത്തി കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടല്ലോ. കേരളത്തിലെ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ, കേരളത്തിലെ ഇതുവരെ കണ്ടത് ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു. വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? അല്ല, അവിടെ എന്താ പ്രശ്നം? ഈക്വൽസ് അല്ലേ കേരളത്തിലെ? കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു PR വർക്ക് മാത്രമാണ്, ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന്. PR വർക്കൊക്കെ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും, പക്ഷെ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. കോൺഗ്രസ് ഉമ്മൻചാണ്ടി സാറിന് ഇന്റർവ്യൂ ചെയ്തില്ലായിരുന്നു. ഇവരെന്തൊക്കെ കാണിച്ചു കൊണ്ടിരുന്നു ഇലക്ഷൻ സമയത്ത്? ഇവർക്ക് പ്ലാൻ ചെയ്യാനായി സിസ്റ്റമാറ്റിക്കായി നടപ്പിലാക്കാൻ പറ്റില്ല. CPM പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി നടപ്പിലാക്കുക. ആ ഇന്റർവ്യൂ പട്ടി വരെ വരുന്നുണ്ട്. ലാൽസാറിന്റെ പട്ടിയാണോ അതോ പിണറായിയുടെ പട്ടിയാണെന്ന് എനിക്കറിയില്ല. പട്ടി വരെ ഉണ്ട് അതിൽ. അപ്പം അത്രയും അത് എന്താ പറയുക, ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ ആണ്. അതൊക്കെ അവർ CPM പറ്റുള്ളൂ. അപ്പം അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ മണ്ടന്മാരല്ലേ, അമ്മാര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ കത്തിക്കാം. ഉമ്മൻചാണ്ടി സാറിന്റെ ഇന്റർവ്യൂ ചെയ്തില്ലേ മുമ്പ്? വലിയ കാര്യമുണ്ട്. അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ പിണറായി എന്ത് പറയുന്നു നോക്കട്ടെ. പിണറായി ഇതുവരെ പറയാത്ത വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം. പിണറായി ഇന്നലെ എന്താ അടിച്ചിട്ട് പുറത്തെ തൊലി ഉരിഞ്ഞൊരു കാര്യം പറഞ്ഞില്ല. അതൊക്കെ മുമ്പ് ഗുണം ചെയ്യും. അങ്ങനെ പിണറായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനെ മാതിരി ഒറ്റ ദിവസം കൊണ്ട് വന്ന് VS പറ്റിച്ച് വലിയ ആളായി എന്താ കുടുംബം നോക്കുന്ന ആളാന്നൊരു ഇമേജാണ് കോൺഗ്രസ്സുകാർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് വേറെ താല്പര്യമില്ല. അതല്ല പിണറായി എന്തായിരുന്നു എന്ന് നാട്ടുകാരെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പിണറായിക്ക് വന്നാൽ മൂപ്പരത് ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? അങ്ങേര് കിട്ടിയ പോലെ മാത്രം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന്. അപ്പോൾ SFIക്കാർ DYFIക്കാരും പറയാൻ വാദിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് നേതാക്കന്മാരിൽ ഇങ്ങനെ കിട്ടിയ പോലെ മാത്രം ആർക്കും കിട്ടിയിട്ടുണ്ട് പിണറായി. അദ്ദേഹത്തിന് അത് പറയാനും ഈ പറയുന്നതല്ല ഇതൊക്കെയാണ് ഞാനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംഭവം. പിന്നെ മോഹൻലാൽ എന്ന് വെച്ചാൽ ഒരു പുറത്ത് ഏറ്റവും നന്നായി സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു സെയിൽസ്മാനാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരസ്യം കേരളത്തിൽ കിട്ടുന്ന മോഹൻലാലാണ്. മോഹൻലാൽ പറഞ്ഞ ആളുകൾക്ക് വിശ്വാസമാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് മോഹൻലാൽ പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. മൈജി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ഒരു പിന്നെ സെയിൽസ്മാൻ, സൂപ്പർ സെയിൽസ്മാനെ സാധ്യതകൾ CPM കൂടി അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടി ഉപയോഗിക്കുന്നത്. അതിനെന്താ തെറ്റ്? നിങ്ങൾ മുമ്പ് വരെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിനോട് മമ്മൂട്ടി ഇപ്പോഴും വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. മമ്മൂട്ടി പഴയ പാർട്ടിക്കാരനാണ്. പാർട്ടിക്കാരൻ വെച്ചാൽ ഇടതുപക്ഷം ചേർന്ന് വന്നിട്ടുള്ള ആളാണ്. മമ്മൂക്കാരെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നടന്ന പരിപാടിക്ക് മമ്മൂക്ക പങ്കെടുത്തു, ലാൽസാർ ഉണ്ടായിരുന്നില്ല. ഈ പരിപാടിയിൽ ഇതിലിപ്പോൾ ലാൽസാർ ഇന്റർവ്യൂ ചെയ്തു. അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ മമ്മൂക്കൊക്കെ ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? പിന്നെ ഈ പറയുന്നത് മോഹൻലാലിനെ ഈ എന്താണ് RSS എന്ന് വിളിക്കുന്നത്. അത് മോഹൻലാലിന് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ അമ്മാവൻ ബാക്ക്ഗ്രൗണ്ട് കുടുംബം. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ ഒരാള് എനിക്ക് തോന്നുന്നു വളരെ ഈ സന്യാസികളൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരാളായിരുന്നു. മോഹൻലാൽ എന്നോട് സ്വാധീനിച്ചിട്ടുണ്ട്. മോഹൻലാൽ അന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സന്യാസി ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ അവിടെ നിന്നോട്ട് ഇവിടെ വരെ നടന്ന ആളാണ്. അങ്ങനെ ഒരു ബന്ധം മോഹൻലാലുണ്ട്. അതിനെന്താ പ്രശ്നം? ഞാനൊരു മുസ്ലിമാണ്. ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുമ്പോഴും ഈ CPMകാരും ഈ പ്രശ്നം, അത് ഈ വിവരമില്ലാത്ത ഫേസ്ബുക്കില് പിന്നെ അതിനിപ്പം കാരണം കോവിഡ് സമയത്തിൽ നാം വലിയ വിമർശനം കണ്ടതായിരുന്നു. ഈ വിമർശനം വിവരമില്ലാതെ ഈ ഫോണും കുത്തിയെടുക്കുന്ന CPMമാരുണ്ട്. അവന്മാർ എന്ത് കണ്ടാലും അവന്മാർക്ക് വലുത് അറിയും. അവന്മാർ ഈ പറഞ്ഞ മോഡിക്കെതിരെ പറഞ്ഞ തെറ്റ്, മോഡിക്ക് അനുകൂലമായി പറഞ്ഞ തെറ്റ് എതിരെ പറഞ്ഞ നല്ലത്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. ബൈനറീസ് മാത്രം കാണുന്നത്. അവരെ കാര്യം വരിക. അവരാ പാർട്ടി സർക്കിളിൽ പോകുന്നത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് മനസ്സിലായി? മമ്മൂക്കാനെ എന്നെയൊക്കെ പിടിച്ച് സുടുവാക്കുന്ന ആളുകളില്ലേ? വരാമെന്ന് ഞാൻ കണ്ടേ തോന്നുന്നുണ്ട്. എന്തോ തോന്നുന്നു ആ പറഞ്ഞത് ശരിയായില്ല. അവതായ കമന്റാണ്. അത് സുടുവല്ലേ ചേട്ടാന്ന്. ഞാൻ സുടുവാണെങ്കിൽ മുസ്ലിംസൊക്കെ സുടുകയാണെങ്കിൽ ഞാനും സുടുകയല്ല. എന്തായാലും സംശയമുണ്ട് നമ്മളിതൊക്കെ ഇതിനെ കേട്ടാണ്. ഇനി നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റും വേണ്ട, സുടുകയാണെങ്കിൽ സുടു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം
അതൊരു നല്ല സ്ട്രാറ്റജിയാണ്, ടൈമിങ് കൃത്യമാണ്, അതിൽ അസ്വാഭാവികതയില്ല അതേപോലെ. അപ്പോൾ മോഹൻലാലിനെ ഇങ്ങനെ പറയാൻ കാരണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അതേ SFI ആയിരുന്നു, ഇന്ത്യ കൊലപടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പ്രിയദർശൻ, മേനകാ സുരേഷ്, ഇവരെല്ലാം BJPക്കാരാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ സിനിമകളിൽ പിന്നെ ഈ സാംസ്കാരിക ഇടതുപക്ഷത്തെ പോലെ സിനിമാ നിരൂപകരും സാംസ്കാരിക നായകന്മാരുണ്ട്. അവരാണ് മോഹൻലാലിനെ പിടിച്ച് BJP ആക്കിയത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് STPI സുഹൃത്തുക്കൾ, ലീഗ് സുഹൃത്തുക്കളൊക്കെ നിയോജൻ ലീഗാണ്. എനിക്ക് ഒരുപാട് BJP സുഹൃത്തുക്കൾ, BJPനെ വിമർശിക്കും പോലും ഒരുപാട് BJP സുഹൃത്തുക്കളുണ്ട്. RSS എന്ന് ഞാൻ RSS ആണ് അല്ല. അപ്പം മോഹൻലാൽ അവരെ കണ്ടില്ല സിനിമ ചെയ്യുന്നു, സത്യമാണ്. എന്ന് ഞാൻ മോഹൻലാൽ RSS തന്നെ ആയിരുന്നു. പിന്നെ മോഡി എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോഡിനെ പറ്റി അദ്ദേഹം നല്ലത് പറയുന്നത് എന്താ പ്രശ്നം? ഇതോടൊപ്പം തന്നെ അപ്പൊ അതിനൊക്കെ മറുപടിയാണ് പിണറായി കൊടുക്കുന്നത്. നിങ്ങളൊരു മനുഷ്യനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല, അദ്ദേഹം എല്ലാമാണ്. അതുപോലല്ലേ പിണറായി ഇന്റർവ്യൂ നടത്തി. നരേന്ദ്രമോദിയെ സൂചിപ്പിച്ചത് കൊണ്ടാണ് നാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഒരു പോരാട്ടം. ആ ഒരു രീതിയിലേക്ക് തന്നെ കേരളത്തിലും വരികയാണ്. VD സതീശൻ പിണറായി വിജയൻ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. മനോരമ അടക്കമുള്ളവർ ഇപ്പോൾ നിരന്തര സർവേയുമായി രംഗത്ത് വരികയാണ്. ആ സർവേയിൽ മുഴുവൻ VD സതീശനാണ് മുന്നിട്ട് നിൽക്കുന്നത്, പിണറായി പിന്നിലാണ്. യു നീഡ് എ ഫേസ്. അതിപ്പോൾ സ്വാഭാവികമായിരിക്കും. കാരണം പിണറായി വിജയനെ പോലെ വളരെ താഴെത്തട്ടുന്ന ഉയർന്നു വന്നിട്ടാണല്ലോ. അഭിനയിക്കാൻ അറിയാത്ത ഒരു നേതാവിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അദ്ദേഹം അഭിനയിക്കാറില്ല. അദ്ദേഹം VS ആയിട്ടുള്ള വലിയൊരു ഫൈറ്റിലൂടെയാണ് പാർട്ടി ലീഡർഷിപ്പിലേക്ക് വന്നത്. അപ്പം VSനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഭൂരിപക്ഷം വരുന്ന ഒരു പ്രത്യേക സമുദായത്തിന് VSനെ വലിയ ഇഷ്ടവും പിണറായിനെ കണ്ടുകൂടായിരുന്നു. പിന്നെ VSന്റെ കാലമൊക്കെ കഴിഞ്ഞ് കോവിഡ് സമയത്തെ പെർഫോമൻസ് കൊണ്ടാണ് അവർ പിണറായിനെ ഇഷ്ടപ്പെട്ടത്. ആ ഇഷ്ടം ചിലപ്പോൾ ഇപ്പം പോയിട്ടുണ്ടാകും കോവിഡ് സമയത്തിന് ശേഷം. പക്ഷേ ആഫ്റ്റർ പിണറായി ഒരു നല്ല ഭരണാധികാരിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് മതി, നിങ്ങൾ ഇഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഭരണാധികാരിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ പിണറായി വിജയന് വോട്ടൊന്നും ചെയ്യണ്ട. പിണറായി വിജയനുള്ള വോട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പിന്നെ അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹം ഇഷ്ടപ്പെടുന്നവരും ചെയ്തോളൂ. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്താൽ മതി. അല്ല, ഈ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്കായിരിക്കും മുൻകൈ? വ്യക്തികൾ തമ്മിലുള്ള രണ്ടുപേര്, സതീശനെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല, അല്ല ഹാഫ് പിണറായി എന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് സതീശന് കുറച്ചൊരു ആക്സെപ്റ്റൻസ് ഉണ്ടോ? കോൺഗ്രസ്സുകാരനെ ആളുകളെ ഈ കടക്ക് പുറത്ത് നിന്ന് വെറുപ്പിക്കില്ലല്ലോ. പക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ പിണറായി അയാളെ മുഖത്തേക്ക് പറയും. അപ്പം അതൊരു നെഗറ്റീവാണ്. പക്ഷേ ആക്സെപ്റ്റൻസ് കൂടും. പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയൻ ടെസ്റ്റഡ് ആണ്. ആ ടെസ്റ്റഡായ ഭരണാധികാരിയാണ് മോഹൻലാൽ എൻഡോസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയനും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ VD സതീശനായിരിക്കും മുൻതൂക്കം. സാർ ഇത് പിന്തുണയ്ക്കുന്നുണ്ടോ? വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയം ഈ വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി ചുരുങ്ങുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. കേരളത്തിന് കൊമ്പുണ്ടോ? അതൊക്കെ നല്ല കാര്യമല്ലേ? ഈ വ്യക്തികളല്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി എന്നൊക്കെ വെറുതെ പറയുന്നതല്ലേ. ആ സ്ഥാനത്തിരിക്കുന്ന പവർഫുള്ളായ വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. ഈ ജനാധിപത്യം എന്ന് പറയുന്ന പോലെ എന്താണ്? ഒരു പാർട്ടിയെ പണ്ട് ഈ CPM തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തി കേന്ദ്രീകൃതമാവാൻ പാടില്ല. അതവര് VSനെതിരെ പറഞ്ഞതല്ലേ. അത് അവരങ്ങോട്ട് രാഷ്ട്രീയക്കാർ അങ്ങനെ പലതും മതി. അത് കേട്ട് ഞാനും നീ ഒന്നും ചാടാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടെ നിലപാട് വേണം. രാഷ്ട്രീയ നിലപാടില്ല CPM പാർട്ടി അവരുടെ നിലപാട്. അവർ പുറത്ത് വരുന്നില്ല. ഉള്ളിൽ വ്യക്തി കേന്ദ്രീകൃതമല്ലേ. നായനാരുടെ കാലത്ത് നായനാരായിരുന്നില്ലേ? VSന്റെ കാലത്ത് VS ആയിരുന്നില്ലേ? പിണറായി ഇത് രണ്ടും കൂടിയായി, അത്രയേ ഉള്ളൂ. CPM എല്ലാ കാലത്തും വ്യക്തി കേന്ദ്രീകൃതമാണ്. അതല്ലാന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അഭിപ്രായം രൂപീകരിക്കുന്നത് നാളെ സ്ഥാനാർത്ഥിയായി നിർത്തണം ചെയ്യുക ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസാണ്. അവരാണ് എല്ലായിടത്തും പവർ കൈകാര്യം ചെയ്തിരുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ജനാധിപത്യം നമ്മൾ പുറത്ത് പറയുന്നത്, ഉള്ളിൽ ഏകാധിപത്യമോ ഒളിഗാർക്കിയോ ആണ്. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇവർ ഈ പറയുന്നതിനനുസരിച്ച് ജനാധിപത്യം തുള്ളുകയും വേണ്ട. നമ്മളെന്ത് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകാധിപത്യമാണ്. അപ്പം പിണറായി വിജയൻ മികച്ച ഭരണാധികാരിയാണ്. മോഹൻലാൽ അതിനെ എൻഡോസ് ചെയ്യുന്നു. പിന്നെ മോഹൻലാൽ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഇല്ലാത്തൊരു ബന്ധം മോഹൻലാൽ SFIക്കാരനാണ്. അന്ന് SFI നേതാവാണ്. ഒരാൾ കേരളത്തിൽ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാറാണ്, മറ്റേ ആൾ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. വാട്ട്സ് റോങ് വിത്ത് ഇറ്റ് എന്നാണ് എൻ്റെ ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.